ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങുവാണേലും പക്ഷെ നമ്മൾ രണ്ട് സ്ഥലത്തോട്ടാണ് പോകുന്നത്. റോഡിക്ക് കുറച്ച് മോശമുണ്ട് കേട്ടോ. ഫോണിക്ക് ഇങ്ങനെ ഷേക്ക് ആവുന്നേ. ഇന്നിപ്പോൾ നമ്മൾ നേരെ ഉമ്മച്ചീനെ വിളിക്കാനായിട്ട് പോകുന്നത്. ഉമ്മച്ചിക്ക് ചെറുതായിട്ട് സ്കിൻ അലർജി ആയിട്ടിരിക്കുവാണേ. അപ്പം നമുക്ക് അത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. ഞാനപ്പോൾ എന്തായാലും സ്കൂളിലെത്തിയപ്പോൾ ഇറങ്ങിയേ. ഇനിയിപ്പോൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണേ. പക്ഷേ അമൃതാഞ്ചൻ അങ്ങോട്ട് തേച്ചിട്ടാട്ടോ സ്കിന്നിപ്പോൾ അലർജി ആയിട്ടിരിക്കുന്നത്. ഉമ്മച്ചി ഇപ്പോൾ ചീട്ടൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണാൻ നിൽക്കുവാണേ. ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ക്യൂ ഒന്നും നിൽക്കണ്ടായിരുന്നേ. പിന്നെ മാമീൻ്റെ മോളാട്ടോ മരുന്നൊക്കെ വാങ്ങി തന്നേ. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഓട്ടോയിൽ കയറി കനരപ്പള്ളിയിലോട്ട് വരുവാണേ. അപ്പോൾ ഉമ്മച്ചിൻ്റെ വീട്ടിലെത്തി. വന്നപാടെ കുറച്ച് ചക്ക വറുത്തതും പപ്പായൊക്കെ കഴിച്ചു. നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ നേരെ ഇപ്പോൾ വീട്ടിലോട്ട് പോവേ. വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇപ്പോഴാട്ടോ കഴിക്കുന്നത്. ഇപ്പോഴത്തേനും സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചക്കത്തേനുള്ള പരിപാടികളൊക്കെ നോക്കണം. ഇന്നിപ്പോൾ നമുക്ക് ചക്കക്കുരു മാങ്ങയും മുരിങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയായിട്ട് വെക്കുന്നത്. ചക്കക്കുരു ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. മാങ്ങ ഇപ്പോൾ ഉമ്മച്ചീൻ്റെ വീട്ടിൽ നിന്നും, മുരിങ്ങയൊക്കെ ആണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ കൊച്ചുമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണേ. സാധനങ്ങളൊക്കെ പല സ്ഥലത്ത് നിന്നാണെങ്കിൽ കറി അടിപൊളിയായിരുന്നേ. ഈ കറിയൊക്കെ രാത്രിയിലാട്ടോ കഴിച്ചു നോക്കിയത്. പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് ഇപ്പോൾ ചായ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ ഉമ്മച്ചീൻ്റെ വീട്ടിലോട്ട് പോയേ. രാത്രി അവിടെ നിന്നാട്ടോ നമ്മൾ അക്കരപ്പള്ളിയിലെ പെരുന്നാൾ കാണാൻ പോയത്. എല്ലാ വർഷവും നമ്മളിതൊക്കെ കാണാൻ പോകാറുണ്ടേ. ജാതി മതം ഒന്നും നോക്കാതെ ഞങ്ങളിവിടെ നടക്കുന്ന എല്ലാ പരിപാടിയിലും പോകാറുണ്ടേ. അപ്പോൾ ഓക്കെ, ബൈ.